എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫീലിങ്സിൽ നിൽക്കുവാണ്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് സർപ്രൈസ് കാണാൻ പറ്റും. എന്താണ് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ മഞ്ജു ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ്. ഒരു സർപ്രൈസും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. എറണാകുളത്ത് ആലുവയിൽ നിന്ന് റഹീം റെഡ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. റഹീം ഒരു വേറൊരു സർപ്രൈസ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ റഹീമിനെ നമുക്കൊരു കൈഡി കൊടുത്ത് വെൽക്കം ചെയ്യാം. റഹീം, അതായത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചേച്ചിക്ക് കൊടുക്കാൻ പോണ സർപ്രൈസ് വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ ഒരു സുഹൃത്താണിത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതാരാന്ന് അത് സസ്പെൻസ് ആണ്. കൊറേ നേരം ഞാൻ ഇവരുടെ പുറകെ കിടക്കണ എന്താന്ന് ചോദിച്ചു. ഒരു ഭയങ്കര ഗൂഢാലോചന. ഞാൻ ഇതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. അതായത് വാചകം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. ചേച്ചി അത് ഇവിടെ എഴുതാമോ? ചേച്ചിയുടെ ഹൃദയത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര്. എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേര് എഴുതാം. ബർണാച്ചു, പപ്പ, അമ്മിച്ചി, സിമി, എന്റെ തങ്കമ്മ, മനു, എന്റെ ആങ്ങളെയാണ് പ്രീതി, കുഞ്ഞാറ്റ. പിന്നെ സാലല്ല കറക്റ്റ് കറക്റ്റായി. ഈ പറഞ്ഞ കുറച്ച് പേരുകൾ ചേച്ചി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ പിടിച്ചിട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് സർപ്രൈസ് കാണാൻ പറ്റും. എന്താണ് ഈ സർപ്രൈസ് നമുക്കൊക്കെ കാണാൻ ഇപ്പൊ ആകാംക്ഷയായിട്ട് നിൽക്കാണ്. എന്റെ ദൈവമേ, എനിക്ക് ടെൻഷനാവുന്നു. ടെൻഷൻ ഒന്നും വലിക്കട്ടെ. പയ്യെ വേണ്ട, നോക്കിയോ മെല്ലെ വരട്ടെ. ഇതിന് ഞാൻ എഴുതിയത് ഉൾപ്പെടെ ചേച്ചിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പേരുകളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ കണ്ടെത്തി. സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റ് ആയി പോയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അയ്യോ, എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. തങ്കമ്മ, അയ്യോ തങ്കമ്മേനൊക്കെ പേരുണ്ട്. താങ്ക് യു സോ മച്ച്. അടിപൊളി, താങ്ക് യു. സൂപ്പർ ഇട്ടോ, നന്നായി വരച്ചിരിക്കുന്നു. സോ ബ്ലെസ്ഡ്.